എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന അനാമിക ആകെപ്പാടെ കട്ടക്കൽപ്പിനിരിക്കുകയാണ്. ഈ സമയത്താണ് ജലജ അങ്ങോട്ടേക്ക് വരുന്നത്. ജലജ വന്നിട്ട് ചോദിച്ചു, എന്താ മോളെ, എന്ത് പറ്റി, നിന്റെ മുഖം എന്താ വല്ലായിരിക്കണെന്ന് ചോദിക്കുക. ഒന്നുമില്ല അപ്പച്ചിന്ന് പറയണ, എനിക്കറിയാം എന്തോ നിന്റെ മനസ്സിലുണ്ടെന്ന് പറയാ. അത് പിന്നെ ആ നന്ദു എന്ന് പറയുന്നവള് വരൂലോ, അത് ഓർത്തിട്ടാന്ന് പറയണം. എന്റെ പൊന്നു മോളെ, അവളെ കുറിച്ചൊന്നും അറിയത്തില്ലാഞ്ഞിട്ടാ. അവളെ കുറിച്ചും അവളുടെ വീട്ടുകാരെ കുറിച്ചും മോള് സൂക്ഷിച്ചും കണ്ടു നിന്നു. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. മോളുടെ ഭർത്താവിനെ നൈസായിട്ട് അവളങ്ങോട്ട് അടിച്ചെടുക്കുമെന്ന് പറയണം. ഇത് കേട്ടതും അനാമിക പറഞ്ഞു, അതൊരിക്കലും എന്റെ കൊക്കിന് ജീവനുണ്ടെന്ന് നടക്കത്തില്ല അപ്പച്ചി എന്ന് പറയണം. അതൊക്കെ മോള് പറയും, പക്ഷെ അവളെ കുറിച്ച് അവളുടെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് മോൾക്ക് അറിയത്തില്ല. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ നയനെന്ന് പറയുന്നവള് ഏട്ടത്തിന്റെ കയ്യിലെടുത്ത ലക്ഷണമുണ്ട്. ഏട്ടത്തിയാണെങ്കിൽ ഇപ്പൊ അവൾക്ക് വേണ്ടിയിട്ട് ഓശാന പാടിക്കൊണ്ട് നടക്കുക. അവൾക്ക് വേണ്ടിയിട്ടുള്ള ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. എന്തൊക്കെയാ എന്നിട്ട് പേരോ ആദർശിന് വേണ്ടിയിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അവള് വീട് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിട്ടാ ചെയ്യുന്നതെന്ന്. അതൊക്കെ അത്ര സത്യമായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏട്ടത്തിക്ക് എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ഇത് കേട്ടപ്പോ അനാമിക പറഞ്ഞു, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. എന്നോട് ആ പഴയ സ്നേഹമൊന്നും വല്യമ്മ കാണിക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയാ. ജലജ പറഞ്ഞു, അതാ പറഞ്ഞേ, ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ നയനെന്ന് പറയുന്നോള് എന്തൊക്കെയോ മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ഇറക്കിയിട്ടുണ്ടെന്ന് പറയാം. അത് കൂടാതെ അറിയാലോ, എനിക്കൊരെണ്ണമുണ്ട്, നവ്യ എന്ന് പറയുന്നോള്. അവൾക്കാണെങ്കിലോ കഴുത്തിന് ചുറ്റും നാക്കാം. ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെ അടിച്ചെടുത്താനാ നോക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാറില്ല മോളെ. എന്തേലും പറഞ്ഞാൽ പോലും ഇവിടെ എന്റെ വാക്ക് ആരെ കേൾക്കുന്നേ? എന്റെ വാക്കിന് വില തരുന്ന ആരെങ്കിലും ഉണ്ടോന്ന് ചോദിക്കാം. അതോടൊപ്പം തന്നെ മോളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടുത്തെ മോളുടെ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിൽ ഈ നയനെ എന്ത് ചെയ്താലും നവ്യ എന്ത് ചെയ്താലും എന്തെങ്കിലും പറയാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ ഞാനോ എന്റെ മോനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിലെ വാളും പരിചയമായിട്ട് ചാടുമെന്ന് പറയാം. ഇതിനൊക്കെ പിന്നെ നിൽക്കുന്ന ആ നന്ദു എന്ന് പറയുന്നവള് ഇപ്പൊ ഇങ്ങോട്ട് അടുപ്പം കാണിക്കാൻ കാരണം എന്താണെന്നറിയാവോ? ഈ നയനെ നവ്യയും കൂടെയാ. അവൾമാര് എല്ലാരും കാണക്കെ പറയും നന്ദു ഇങ്ങോട്ട് വരണ്ടാന്നൊക്കെ പറയും. പക്ഷെങ്കിൽ ഫോൺ വിളിച്ച് രഹസ്യമായിട്ട് ഇങ്ങോട്ട് വരണമെന്നാ പറയുന്നത്. എന്തിനാന്നറിയാവോ? അനിയുമായിട്ടുള്ള രഹസ്യ ബന്ധത്തിന് വേണ്ടിയിട്ട്. അത് മോള് ഒരിക്കലും സമ്മതിക്കില്ലെന്നൊക്കെ പറയാം. അങ്ങനെ മാക്സിമം എരിവരി കയറ്റി കൊടുക്കുകയാണ് അനാമികയുടെ മനസ്സിലേക്ക്. അനാമിക പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അപ്പച്ചി? എന്റെ ഭാഗത്ത് അനി പോലും നിൽക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ഞാൻ പറയുന്ന വാക്കുകൾക്ക് അനി പോലും ചെവി കൊടുക്കുന്നില്ല. ഇത് കേട്ടതും ജലജ പറഞ്ഞു, അവളിങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേന് എപ്പോഴും മോളുടെ ഒരു കണ്ണ് അവളുടെ മേലെ വേണം. അവളും അനിയും തമ്മിൽ കാണുന്നുണ്ടോ, സംസാരിക്കുന്നുണ്ടോ എന്നൊക്കെ മോള് ചെക്ക് ചെയ്യണമെന്ന് പറയണം. അത് കേട്ട അനാമ പറഞ്ഞു, ഇങ്ങോട്ട് വരട്ടെ. അനിയോട് അങ്ങനെ സംസാരിക്കാനോ കൊഞ്ചിക്കഴിയാനോ പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ അനാമിക ആരാന്ന് എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ജലജ പറഞ്ഞു, മോള് നോക്കിയാൽ മോൾക്ക് കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ്. ജലജയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ഒന്ന് എരിപൊരി കയറ്റി കൊടുത്താലോ, ഇനി അത് മതി, ബാക്കി കാര്യങ്ങളൊക്കെ അവള് നോക്കിക്കോളൂ. ആ സമയം ദേവേനി അവിടെ ഇരിക്കുകയാണ്. അപ്പൊ ദേവേനിയുടെ അടുത്തേക്ക് നയന വരുവാണ്. നയന വന്നു കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി ചോദിച്ചു, അല്ല പലഹാരം തന്നെ മൊത്തം കഴിച്ചോന്ന് ചോദിക്കാം. കഴിച്ചു വന്നിട്ടോ, കുഴപ്പമില്ലമ്മേ, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനി, ഓ അതിപ്പോ പിന്നെ നീ പറഞ്ഞില്ലല്ലോ, എനിക്ക് അറിയാം ടേസ്റ്റ് ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയാം, പിന്നെ ഞാൻ ചോദിച്ചെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയണം. അപ്പോഴേക്കും ആദർശം കൂടെ അങ്ങോട്ട് വന്നു. ആദർശം എന്നിട്ട് ചോദിച്ചു, അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്, കുഴപ്പമൊന്നും ഇല്ലല്ലേന്ന് ചോദിക്കണം. എനിക്കെന്ത് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ലടാ മോനെ. കൃത്യസമയത്ത് തന്നെ നല്ലൊരു പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് വന്ന് എനിക്ക് കരള് പത്ത് നൽകിയതുകൊണ്ട് എനിക്ക് ദൈവകൃപയാല് ഒരു പ്രശ്നങ്ങളും ഇല്ലാന്ന് പറയാം. അത് കേട്ടതും ആദർശം നയനെ ഒന്ന് നോക്കുകയാണ്. നയനയ്ക്ക് എന്തെന്നില്ല സന്തോഷം തോന്നി. പിന്നീട് ദേവേന് പറഞ്ഞു, ആ കൊച്ചിന് 100 കോടി പുണ്യം കിട്ടും. ഞാൻ ഇന്നും രാവിലെ വൈകുന്നേരം ആ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനൊരു ആപത്തും വരുത്തല്ലെന്ന്, നല്ലൊരു ജീവിതം അതിന് കൊടുക്കണേന്ന്. പിന്നീട് ആദർശനോട് ചോദിച്ചു, അല്ല എന്തോ ടൂറിലാന്നല്ലേ പറഞ്ഞേ, എനിക്ക് കരള് തന്ന ആ പെൺകുട്ടി, അതിനെക്കുറിച്ച് വല്ല വിവരം അറിയാവോ, അവര് വന്നോന്ന് വല്ലതും അറിഞ്ഞോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ ആദർശം, ഇല്ലമ്മേ, അവർ ടൂർ കഴിഞ്ഞിട്ട് വന്നിട്ടില്ല എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അല്ല എപ്പോഴാ വരുന്നേന്ന് മറ്റും അതൊന്നും അറിയത്തില്ല, വരുവാണെ നീ എനിക്ക് അവിടെ ഒന്ന് വിളിച്ചു തരണമെന്ന് പറയണം. ശരിയമ്മേന്ന് പറയാ. ആദർശനെ നയനെന്ന് നോക്കുക. പിന്നീട് ആദർശനെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോയി. നയന പറഞ്ഞു, കണ്ടില്ലേ അമ്മ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുക ആ പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്. അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല ഞാനാ കൊടുത്തേന്നുള്ള കാര്യം. ഇത് കേട്ടതും ആദർശം, നല്ലൊരു കാര്യമല്ലേ, അമ്മയ്ക്ക് സംശയങ്ങളൊന്നും ഇല്ലാത്ത. ഇത് കേട്ടെന്ന് അതിന് പറഞ്ഞു, പാവം ചിലപ്പോഴൊക്കെ സങ്കടം തോന്നുന്നുണ്ട്, നമ്മളെല്ലാരും കൂടെ അമ്മേനെ പറ്റിക്കുവാണല്ലോ എന്നോർത്ത്. പക്ഷെ ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ. ഇത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ എന്നെ അംഗീകരിച്ചെന്ന് വരില്ല എന്ന് പറയണം. ആദർശം പറഞ്ഞു, നിലവിലെ കണ്ടീഷൻ അനുസരിച്ച് നീ ആ
കൊടുത്തെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിന്നെ സ്നേഹിക്കാൻ വഴിയുണ്ട്. അമ്മയുടെ മുഖം കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് കനകയും ഗോവിന്ദനും നന്ദുവൊക്കെ വരുന്നത്. അപ്പൊ നന്ദു വരുന്നതിന് മുമ്പ് നന്ദുവിന് ഒരു ക്ലാസ് തന്നെ കൊടുക്കുന്നുണ്ട്. കനകയും ഗോവിന്ദനും കൂടെ ചേർന്നിട്ട് കനക കുറച്ച് മോളെ അവിടെ പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കല്ല, അറിയാലോ നമ്മളിപ്പോ അങ്ങോട്ടേക്ക് 5ാം മാസം ചടങ്ങിനാ ചെല്ലുന്ന നവ്യയുടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നാണക്കേട് വരുന്നേ നയനയ്ക്കും ആദർശനും അവർക്കൊക്കെയല്ലേ നാണക്കേട് ഉണ്ടാകുന്നേ. ഇത് കേട്ടപ്പോൾ നന്ദു പറഞ്ഞു, ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോയില്ലമ്മേ, പിന്നെ അനാമിക ചൊറിയുന്ന വർത്താനമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ വിട്ടുകൊടുക്കാനും പോയില്ലെന്ന് പറയണം. അതൊന്നും ഓർത്ത് മോള് വിഷമിക്കണ്ട, മോള അനിയുടെ അടുത്തേക്ക് ചെല്ലാനോ സംസാരിക്കാനോ പോയിരുന്നാ മതിയെന്ന് പറയാം. അതെങ്ങനെ ശരിയാവുമ്മേ, എന്നെ കാണുമ്പോൾ അനി വന്ന് സംസാരിച്ചാൽ പിന്നെ എനിക്ക് മോൻ തിരിച്ചു പോകാനായിട്ട് പറ്റുമോ? ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് പറയാം. കനകയുടെ മനസ്സിൽ ഒരു വല്ലാത്തൊരു ഇടിപ്പുണ്ട്. കാരണം ജോലിസ്ഥർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അനാമികയും അനിയും കൂടെ വേർപിരിഞ്ഞു പോയ നന്ദുവാണ് അവരുടെ ജീവിതത്തിലേക്ക് ചെല്ലുന്നത്. അതൊക്കെ ഓർത്തിട്ട് കനയ്ക്ക് നല്ല ടെൻഷനുണ്ട്. ദൈവം അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ പിന്നെ അനന്തപുരിയിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കണ്ടേ, ചിന്തിക്കാൻ പോലും പറ്റില്ല. തന്റെ മൂത്ത 2 മക്കളുടെ ജീവൻ തീർന്നു എന്നൊക്കെ മനസ്സിൽ കരുതുവാണ്. അങ്ങനെ അവരങ്ങോട്ട് കയറി ചെല്ലുവാണ്. കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദ്യം നവ്യാണ് ഓടി ഇറങ്ങി വരുന്നത്. ഓടി വന്ന് കനകനെ കെട്ടിപ്പിടിക്കുകയാണ് അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. പിന്നീട് ഗോവിന്ദൻ ചോദിച്ചു, അല്ല മോൾക്ക് സുഖമാണെന്ന് ചോദിക്കാം. സുഖം അച്ഛാന്ന് പറയാം. അല്ല അബി എന്തിയെന്ന് ചോദിക്കാം. അബി മുറിയിലുണ്ടെന്ന് പറയണം. അപ്പോഴേക്കും നയനെ അവിടെ കണ്ടില്ല. അല്ല നയന മോളെ കണ്ടില്ലോ, നയന എവിടെ ഉണ്ടമ്മയെന്ന് പറയണം. അപ്പോഴേക്കും നയനെ ആദർശം കൊണ്ട് ഇറങ്ങി വന്നു. പിന്നീട് സംസാരിക്കുകയാണ്. ആ സമയം ജലജ അങ്ങോട്ട് വന്നു. ഓ വന്നോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നന്ദുവിനും കനയ്ക്കൊക്കെ മനസ്സിലായി. കാരണം തങ്ങൾ വന്ന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. പക്ഷേങ്കിൽ അധികം മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. ജലജയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ. അല്ല 5ാം മാസം ചടങ്ങിന് വന്നിട്ട് ഇപ്പൊ കാര്യമായിട്ടൊന്നും കൈ കാണുന്നില്ലോ. ഇത് കേട്ടതും നന്ദു പറഞ്ഞു, അതെ ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? ഈ സഞ്ചിക്കകത്ത് കുറച്ച് പലഹാരം, ഇതാണ് 5ാം മാസത്തെ ചടങ്ങിന് വരുമ്പോൾ കൊണ്ടുവരുന്നതെന്ന് ചോദിക്കാം. അത് കേട്ടപ്പം കനക പറഞ്ഞു, അതെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണ. നബി പറഞ്ഞു, എന്റെ അമ്മ അച്ഛനും ഇതും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല നിങ്ങളുടെ മകന്റെ കുഞ്ഞല്ലേ എന്റെ വയറ്റിൽ കിടക്കുന്നത്, നിങ്ങൾ എന്താ എനിക്ക് തന്നേന്ന് ചോദിക്കാം. ഇത് കേട്ടതും ജലജയുടെ മുഖത്തൊരു അടിയേറ്റല്ലേ പോയി. പെട്ടെന്ന് ജലജ പറഞ്ഞു, അല്ല നിന്റെ വീട്ടുകാരല്ലേ 5ാം മാസം ചടങ്ങിന് വരുന്ന ഇതിന്റെ കാര്യങ്ങൾ കൊണ്ടുവരണ്ടേന്ന് ചോദിക്കാം. അതിനുള്ള കാര്യങ്ങളെല്ലാം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന കുറെ സ്വർണ്ണാഭരണങ്ങളൊന്നും കൊണ്ടുവരാനായിട്ട് അവർക്ക് അതിനോട് ത്രാണിയില്ല. ഉള്ളതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് അതിന്റെ ആവശ്യമില്ല, എനിക്ക് ആവശ്യത്തിനുള്ളപടി ഉണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പം ജലജയ്ക്ക് പിന്നെ ഒന്നും മിണ്ടാൻ പറ്റാതെ ഈ സമയം നവി പറഞ്ഞു, അമ്മയൊന്നും കാര്യമാക്കണ്ട, വരാനും പറഞ്ഞോണ്ട് കനകയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴേക്കുമാണ് നയനയും കണ്ട്. പിന്നീട് നയനയോടും നബിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ട്, വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. കനയ്ക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു. കാരണം അബിയുടെ സ്വഭാവത്തിന് ഇപ്പോഴും ഒരു മാറ്റം വന്നിട്ടില്ലോ എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം. പിന്നീട് കനക പറഞ്ഞു, മോളെ എല്ലാം ശരിയാകും, ഞാൻ എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അബിയുടെ സ്വഭാവത്തിന് നല്ലൊരു മാറ്റം വരണമെന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പം നവ്യ പറഞ്ഞു, അതിന് ഈ ജന്മത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ലമ്മേ. അങ്ങനെ മാറാനാണെങ്കിൽ അവൻ എന്നേ മാറിയാനോ. പക്ഷെ അവന്റെ സ്വഭാവത്തിന് ഇപ്പോഴൊരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വരണമെങ്കിൽ ഉണ്ടല്ലോ എന്റെ അമ്മായിമ്മ എന്ന് പറയുന്ന ആ സാധനം ഉണ്ടല്ലോ, അതിനെ എന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്താക്കുന്നോ അന്നോ മിക്കവാറും ഈ പറയുന്ന ഒരു സ്വസ്ഥത സമാധാനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവുള്ളൂ എന്ന് പറയാം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കാണ് മൂർത്തി മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഇറങ്ങി വരുന്നത്. മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷമായി നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോ. പിന്നീട് മുത്തശ്ശി പറഞ്ഞു, ഞാൻ കരുതി നന്ദുവിനെ വിളിച്ചു കഴിഞ്ഞിട്ട് നന്ദു വരില്ലായിരിക്കുന്നു. അത് കേട്ടപ്പോ കനക പറഞ്ഞു, നന്ദുവിന് വരാനായിട്ട് ഒട്ടും താല്പര്യമില്ലായിരുന്നു, പിന്നെ ഞാൻ നിർബന്ധിച്ചോണ്ടാന്ന് പറയണ. മുത്തശ്ശൻ പറഞ്ഞു, എന്തിനാ വരാതിരിക്കണേ, ഇതേ 2 ചേച്ചിമാർ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ നന്ദുവിന് വന്നാ എന്താ കുഴപ്പമെന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ മൂർത്തി സാറെ വേണ്ട, കനക ഇനി ഒന്നും പറയണ്ട, ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതല്ലേ, അങ്ങനെയൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ? ഇതേ നിങ്ങൾ ഇന്ന് ഇവിടുത്തെ അതിഥിയെ വന്നേ വായിരിക്കാനൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം. അപ്പോഴേക്കും ദേവേനിയും കൂടെ ഇറങ്ങി വന്നു. ദേവേനി ഭയങ്കര സൗമ്യമായ രീതിയിലാണ് കനകയോടൊക്കെ പെരുമാറുന്നത്. പണ്ടത്തെ ദേഷ്യഭാവമോ കാര്യങ്ങളോ ഒന്നുമില്ല. വന്നു കഴിയുമ്പത്തേനും ഇരിക്കാനൊക്കെ പറയുന്നൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് അത്ഭുതമാണ് തോന്നിയത്. പഴയ ദേവയാനയാണെങ്കിൽ വന്നു കഴിയുമ്പോൾ തന്നെ പിറുപിറുക്കാൻ തുടങ്ങി, ഓരോന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താനും തുടങ്ങും. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല, നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. നയനയ്ക്കാണ് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. തന്റെ വീട്ടുകാരോട് അമ്മ നല്ല രീതിയിലാണല്ലോ പെരുമാറുന്നൊക്കെ. ഈ സമയമാണ് അനാമിക എങ്ങോട്ടേക്ക് വരുന്നത്. അനാമിക്ക് നന്ദുവിനെ കണ്ടു സഹിച്ചില്ല. ഓഹോ അവള് വന്നിട്ടുണ്ട്, തന്റെ വാക്കിന് പുല്ല് വില കൊടുത്തോണ്ട് അവള് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അനാമിക അങ്ങോട്ട് വന്നിട്ട് നന്ദുവിനെ രൂക്ഷമായിട്ട് അങ്ങോട്ട് നോക്കുകയാണ്. നന്ദു ഒട്ടും വിട്ടുകൊടുത്തില്ല. നന്ദുവിനെ അറിയാം താൻ വന്നു കഴിഞ്ഞാൽ അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം. പിന്നീട് അനാമിക നേരെ മുറിയിലേക്ക് ചെല്ലുകയാണ്. അപ്പൊ അനി എവിടെ ഉണ്ടായിരുന്നു. അനിയുടെ അടുത്ത് ചെന്നിട്ട് വന്നിട്ടുണ്ട്, നിന്റെ കാമുകി വന്നിട്ടുണ്ടെന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, നിനക്ക് എന്താ അനാമികയെന്ന് ചോദിക്കുക. വെറുതെ മനുഷ്യന്മാരെ കൊണ്ട് പറയിപ്പിക്കുക, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുക. അതേടാ എനിക്കറിയാം, നീ വിളിച്ചിട്ടുണ്ടായിരിക്കും അവളെ വരാനും പറഞ്ഞോണ്ട്.
അതുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നല്ലേ. ഇനിയിപ്പം നിങ്ങളുടെ സാമ്രാജ്യമല്ലോ. അല്ലോ ഞാൻ മാറിത്തരണോ അതോ ഇനിയിപ്പം ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. ഓ അപ്പൊ നിനക്ക് ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. ഞാൻ എന്ത് ചെയ്തെന്നാടി നീ പറയണേ? നിന്നോട് ഒരു കാര്യം പറഞ്ഞു, നിനക്ക് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങി പോയിക്കൊള്ളാനായിട്ട്. പിന്നെ ഇവിടെ ആരൊക്കെ വരുന്നു എന്തൊക്കെ വരുന്നു നിനക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടെ ക്ഷണിക്കപ്പെട്ട അതിഥികളോ വരുന്നുള്ളൂ. നവ്യേച്ചിയുടെ നയനേച്ചിയുടെ വീട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഈ പറയുന്ന നന്ദു അവരുടെ അനിയത്തിയാണ്. അവർ ഈ ചടങ്ങിന് പങ്കെടുത്തുന്ന നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നീ ഇവിടെ നിൽക്കണ്ട, നീ നിന്റെ വീട്ടിലേക്ക് പൊക്കോന്ന് പറയണം. എനിക്കറിയാടാ, എന്നെ പറഞ്ഞു വിട്ടിട്ട് നിനക്ക് അവളുമായിട്ട് സൊള്ളാനല്ലേ, അതൊരു കാരണവശാലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോ അനി പറഞ്ഞു, അതേടി അതിനുവേണ്ടി തന്നെയാ. ഒരു കാര്യം ചെയ്യുക, നീ എന്റെ പുറകെ തന്നെ പോരാൻ പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് അനി അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അനാമിക്ക് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റിയില്ല. അങ്ങനെ അങ്ങ് ഹാളിലേക്ക് ഇന്നിപ്പോ നന്ദു എല്ലാവരും ഇരിക്കുന്നുണ്ട്. പിന്നീട് അനിയെന്ന് നന്ദുവിനോടൊക്കെ സംസാരിക്കുവാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് ഇറങ്ങി വന്ന അനാമയുടെ കിളി പാറിപ്പോയി. അനാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. ഇവൻ തന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ അനിയോട് സംസാരിക്കുന്നൊക്കെ ഒരു ചിന്ത വന്നു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ഒരു പണി കൊടുക്കണമല്ലോ എന്നൊക്കെ മനസ്സിൽ കരുതുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നത്. ഇനിയിപ്പോ എന്തായി തീരുമെന്ന് അറിയത്തില്ല. ഇനിയിപ്പോ ഈ വരുന്ന ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന നല്ല തകർപ്പും വിശേഷങ്ങൾ തന്നെയാണ്. അവസാനം അനാമിയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇന്നലത്തെ നെക്സ്റ്റ് വീക്ക് പ്രൊമോ ഇട്ടപ്പോൾ ഞാനതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നവ്യ ആദ്യം അനാമിയുടെ കർണം ഒടിച്ച് പൊട്ടിക്കുന്നുണ്ട്. പിന്നീട് നന്ദുവിന്റെ വക നന്ദുവും കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങൾ. അപ്പൊ എല്ലാവരും മറക്കാതെ കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.